അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ആത്മീയ മാർഗത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തെ ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ആരോരുമില്ലാത്ത അരമനയുടെ അകത്തളത്തിലെ റൂമിലിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ടവർ ഫലങ്ങൾ കഴിക്കുന്നു. ശൈത്യകാലത്ത് ലഭ്യമാകുന്ന പഴമാണ് വേനൽക്കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് മാത്രം സുലഭമായ ഭക്ഷ്യവിഭവങ്ങൾ ശൈത്യകാലത്തും കാണപ്പെടുകയാണ്. അങ്ങനെ ഋതുഭേദങ്ങളുടെ വ്യത്യാസമില്ലാതെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അന്നാ ലക്കി ഹാദാ. ചോദിക്കുന്നു, മോളെ, നിനക്കിതെവിടുന്നാണ് ലഭിച്ചത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് അള്ളാഹുവിങ്കൽ നിന്ന് ലഭിച്ചതാണ്. അരമനയുടെ ഉള്ളിൽ ആരോരും ചെല്ലാത്ത ഇരുട്ടുമുറിയുടെ ശൂന്യമായ പശ്ചാത്തലത്തിൽ കാലാവസ്ഥകൾക്കതീതമായി അല്ലാഹു തആല പ്രത്യേകമായ അനുഗ്രഹം നൽകുകയാണ്. ഇതെല്ലാം ഔലിയാക്കളുടെ ലോകത്തെ അത്ഭുതങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രം കാണാം. ആസിബ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചിട്ടയാർന്ന ആത്മീയ ജീവിതത്തിൻ്റെ നിഷ്ഠയാർന്ന വഴിത്താരകളിലൂടെ ആത്മീയതയുടെ ആകാശങ്ങളെ കീഴടക്കിയ മഹാൻ. അവിടുന്ന് ഷഹീദാണ്. മഹാനവറുകൾ ഷഹീദായി കിടന്നപ്പോൾ മുശ്രിക്കുകളിൽ ചിലർ മഹാൻ്റെ അല്പശരീരഭാഗം മുറിച്ചെടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല വെള്ളമിറക്കിയിട്ട് ആ ശരീരം അവിടുന്ന് മാറ്റിക്കളഞ്ഞു. ശത്രുക്കൾക്ക് ആ ശരീരമൊന്നു തൊടാൻ പോലും പറ്റിയില്ല. അങ്ങനെ അല്ലാഹു തആല മഹാനവറുകളെ ആദരിക്കുകയുണ്ടായി. ഇമാം ബുഖാരിയും ഇമാം അഹ്മദ്, ഇമാം ഹാക്കിം എന്നീ മഹാന്മാർ ഈ ചരിത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.